മോഷണക്കേസിൽ തെളിവെടുപ്പിനിടെ എസ്ഐയുടെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് മിന്നൽ വേഗത്തിൽ കീഴ്പ്പെടുത്തി. കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിലെ വീടുകളിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി തെലങ്കാന വാറങ്കൽ സ്വദേശി സെട്ടിമണിയാണ് കസബ SI H ഹർഷാദിന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ ഹർഷാദ് ഇയാളെ തള്ളി വീഴ്ത്തുകയും ചെയ്തു. പ്രതിയെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നഗരത്തിലെ കലാ സ്റ്റോഴ്സ് കലാ ഫർണിച്ചർ ഉടമ വി ശിവദാസിന്റെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ശിവദാസിന്റെ വീടിന്റെ മുകൾ നിലയിലെ അലമാര തകർത്ത് 7.5 ലക്ഷം രൂപ കവർന്നിരുന്നു. ഇതിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പ്രതി SIയോട് സംസാരിക്കുന്നതിനിടെ അതിവേഗം തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഹർഷാദ് ഉടൻ തന്നെ ഇയാളെ കോണിപ്പടിയിലേക്ക് തള്ളിയിട്ട് കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സെട്ടിമണിയുടേതെന്ന് കരുതുന്ന മാരകായുധങ്ങളും തെളിവെടുപ്പിൽ കണ്ടെത്തുകയുണ്ടായി. പ്രതിഭാനഗറിൽ നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് കത്തിയും കട്ടപ്പാരയും വടിവാളും ഉൾപ്പെടെ മൂർച്ചയേറിയ ആയുധങ്ങൾ കണ്ടെത്തിയത്. കസ്റ്റഡിയിലിരിക്കെ കടന്നു കളയാൻ ശ്രമിച്ചതിന് പ്രതി സെട്ടിമണിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്നതിനാൽ ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആക്രമണം മുൻപും ഒറ്റയ്ക്കും കൂട്ടമായും എത്തി വീടുകൾ ആക്രമിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലുള്ളയാളാണ് സെട്ടിമണി. തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായി 70-ലധികം കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. തമിഴ്നാട് മേട്ടുപ്പാളയം കാരമടയിൽ 25 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് പോലീസ് പിടികൂടിയ പ്രതിയെ കോയമ്പത്തൂർ ജയിലിൽ നിന്നാണ് കസബ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ഇൻസ്പെക്ടർ M സുജിത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തിരികെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലും എത്തിച്ചു. പ്രതി ആഴ്ചകൾക്ക് മുൻപ് കാരമട പോലീസ് സ്റ്റേഷനിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച് തോക്ക് തട്ടിയെടുക്കാനും ശ്രമിച്ചിരുന്നു. അന്ന് കൂടുതൽ പോലീസ് ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സമാനമായി ആന്ധ്രയിലും തെലങ്കാനയിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസുണ്ടെന്നാണ് പോലീസ് പറയുന്നത്.